ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. ഇന്ന് നമുക്ക് സന്തോഷമുള്ളതും സങ്കടമുള്ള ഒരു ദിവസമാണ്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പറയാം. അങ്ങനെ ഒരു കട്ടനൊക്കെ അടിച്ചു. രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു, റെഡിയായി, ഡ്രസ്സൊക്കെ മാറി, വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. നല്ല അടിപൊളി മസാല ദോശയും ചായയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗസ്റ്റ് വിളിച്ചു. അവർ വന്നെന്ന് പറഞ്ഞു. ലഗേജ് എല്ലാം വണ്ടിയിലാക്കി ഞങ്ങൾ നേരെ കൊച്ചിക്കാണ് പോകുന്നത്. ഇന്ന് അവർക്ക് ഡ്രോപ്പാണ്. പോകുന്ന വഴിക്ക് ജഡായുലൊന്ന് കയറി, വണ്ടി കൊണ്ടേ പാർക്കിങ്ങിലിട്ടു. ഞാൻ നേരെ എൻട്രൻസിലോട്ട്. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അവർക്ക് ജഡായുലോട്ടുള്ള എൻട്രി ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ജഡായുടെ പുറത്തൊരു ഹോട്ടലുണ്ട്. സ്ഥിരം ഇവിടെ നിന്നാണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ഊണാണ്. ഞാൻ പോയി ഒരു ഊണും മീൻ വറുത്തതാണ് മേടിച്ചത്. എല്ലാ ഡ്രൈവർമാരും ഇവിടെ നിന്ന് തന്നെയാണ് ഊണ് കഴിക്കുന്നത്. ഊണ് കഴിഞ്ഞപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഗസ്റ്റിനെ വിളിച്ചപ്പോൾ അവർ ഒത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു വരാനായിട്ട്. അപ്പം നേരെ കുറച്ച് നേരം വണ്ടി കിടന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ കടയിൽ തന്നെയാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വന്നു. ഞങ്ങളിനി കൊച്ചിക്കാണ് പോകുന്നത്. അവരൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരവണമാണ് കണ്ടപ്പോൾ അവരൊക്കെ ഒന്ന് വണ്ടി നിർത്തി കൊടുത്തു. അവർ കഴിച്ചിട്ടൊക്കെ വന്നു. പിന്നെ CNG ഇല്ലാത്തതുകൊണ്ട് ആയൂർ കഴിഞ്ഞപ്പോൾ CNG പമ്പിൽ കയറി ഫുൾ ടാങ്ക് CNG അടിച്ചു. നേരെ കൊച്ചിക്കാണ്. മൂവാറ്റുപുഴ എത്തിയപ്പോഴേക്കും അവർക്ക് വിശന്നു. അപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫുഡെല്ലാം ഗസ്റ്റിൻ്റെ വക തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി. ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തു. ലഗേജ് എല്ലാം ഇറക്കി. സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു. സന്തോഷം സങ്കടം എന്തെന്ന് വെച്ചാൽ ട്രിപ്പ് തീരുന്നതിൻ്റെ സങ്കടവും വീട്ടിൽ ചെല്ലുന്നതിൻ്റെ സന്തോഷമായിരുന്നു നമ്മുടെ മനസ്സിൽ. അപ്പോൾ അടുത്ത വീഡിയോമേ കാണാം. ബൈ.